ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരു മാങ്ങാച്ചാർ റെഡിയാക്കിയാലോ? തട്ടിക്കൂട്ട് മാങ്ങാച്ചാർ എങ്ങനെയാണ് റെഡിയാക്കണം നോക്കാം. അപ്പോൾ ഇതാ മാങ്ങ ഇതുപോലെ അരിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ആ സമയത്ത് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണയും ഒഴിച്ച് അത് കടുവിട്ട് താളിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചതെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടിയും കടുവും കൂടെ വെള്ളവും ചേർത്ത് അരച്ച പേസ്റ്റ് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഗൈസ്. അതിനുശേഷം അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം, നിങ്ങളുടെ പാകത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്തതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് അത് കറക്റ്റ് പാകമാവണ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോഴത്തേക്കാണ് തീ ഓഫ് ചെയ്തത്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാച്ചാർ പതി ഇതിലേക്ക് ഇതുപോലെ ഒരു താളത്തിനങ്ങ് തട്ടിക്കൊടുക്കുക. അതിനുശേഷം അത് ഇപ്പോൾ 2-3 ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഉപ്പും കായൊക്കെ ഇട്ട് അങ്ങനെ മാറ്റി വെച്ച് വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മൾ അത്രയും സമയമൊന്നും മാറ്റി, കുറച്ച് സമയം ഒരു 10-15 മിനിറ്റോ മാത്രം കായവും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മാങ്ങയാണ് ഇതിലേക്ക് തട്ടിയത് ഗൈസ്. ഇവിടെ അമ്പാടിക്ക് ഭയങ്കര കൊതിയാണ് മാങ്ങ അച്ചാർ. അപ്പം മാങ്ങ കൈ കിട്ടിയപ്പോഴേ ഇവിടെ കിടന്ന് അമ്മാമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മമ്മ മാങ്ങ അച്ചാർ വയ്ക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ പെട്ടെന്നൊന്ന് മാങ്ങ അച്ചാർ റെഡിയാക്കിയതാണ്. അത് മാത്രമല്ല അമ്മയ്ക്ക് ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് അമ്മ വ്രതമൊക്കെയാണ്. അപ്പം അമ്മ വിചാരിച്ചു അമ്മയ്ക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അമ്മ പെട്ടെന്നൊരു ഞൊടിയിടയിൽ തട്ടിക്കൂട്ട് മാങ്ങ അച്ചാർ ഇവിടെ റെഡിയാക്കിയതാണ് ഗേസ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, ഓക്കെ, സി യു ഗേസ്.